വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം ഈ ക്ലാസ്സിൽ മെക്സവന്റെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അധികം ആരോഗ്യപരമായ കാര്യത്തിന് വളരെയധികം മുൻഗണന കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. വ്യക്തിപരമായി 102-ാം വയസ്സിലും അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ നമ്മുടെ ഇടയിൽ ചുറുചുറുക്കോടെ അത്രയും വയസ്സായ ഒരാള് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. യോഗ ക്ലാസ് അദ്ദേഹം മുടക്കിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന സ്ഥിതിയാണ്. വളരെ വയസ്സായിട്ടും അദ്ദേഹം യോഗ ചെയ്യുന്നത് നമ്മൾ പത്രങ്ങളിലൂടെ ചിലപ്പോൾ VS യോഗ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണാറുള്ളത്. അപ്പൊ ആരോഗ്യത്തിന് വളരെ അധികം വ്യക്തിപരമായുള്ള ആരോഗ്യത്തിന് അദ്ദേഹം നമുക്ക് ഒരു പ്രചോദനമാണ്. നമ്മൾ അത്രയും വയസ്സ് വരെ അത്രയും നല്ലൊരു ചുറുചുറുക്കോടെ ജീവിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീകമാണ് VS എന്നുള്ളത് ഈ മെക്സവൻ ക്ലാസ് എന്ന നിലയിൽ ഞാനിവിടെ പറയുകയാണ്. നമ്മൾ ഇന്ന് ഒരു ദുഃഖത്തിലാണ്. നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട അച്യുതാനന്ദ സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മെക്സവനെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അദ്ദേഹം 92-ാം വയസ്സിലും ആരോഗ്യവാനായി ജീവിച്ചത് എല്ലാ കാര്യങ്ങളും ഉണർത്തി ഒരു MLA ഇതിലെല്ലാം പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ അച്യുതാനന്ദ സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പടത്തലവൻ എന്ന പേര് നേടിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയുമൊക്കെയായി നിന്ന് സമരവീർ പോരാട്ടങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഖാവ് അച്യുതാനന്ദന്റെ അകാലമായ വിയോഗത്തിൽ കേരള സമൂഹം മൊത്തം ആചരണത്തിലാണ്. ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മെക്സവന്റെ മെമ്പർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും മെക്സവന്റെ യൂണിറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനത്തെ ക്ലാപ്പിംഗ് ഇല്ല. ക്ലാപ്പിംഗ് ഒരു ആഘോഷം കൂടിയാണല്ലോ. വളരെ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പറയാനുള്ളത് പുതിയത് വന്ന മെമ്പർമാരെ ഒരിക്കലും ഒരു ദിവസം 2 ദിവസം പോയി ക്ലാസ് നിർത്തരുത്. എന്താ സംഭവം? ശാരീരികമായിട്ട് ഒരു വേദന, സ്വാഭാവികമായിട്ടൊരു വേദന ഉണ്ടാവും, പേശികൾക്ക് വേദന ഉണ്ടാവും. ഇളകാത്തവർ ഇളകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയോ കളിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് കളിക്കുന്ന ആള് ഒരു ആഴ്ച റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും എന്ന പോലെ തന്നെയാണ് അത് വേദന സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും ക്ലാസ്സിന് വരാതിരിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതിപ്പോൾ അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി ഇപ്പം യോഗ തുടങ്ങിയപ്പം എനിക്ക് ക്ലാസ് എൻ്റെ ശാരീരികമായിട്ട് എനിക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കരുത്. ശരീരത്തിന് സ്വാഭാവികമായിട്ട് ചെറിയൊരു വേദന പേശികൾക്ക് ഉണ്ടാവും. അതിന് തൈലം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണം ചെയ്യാം. വേദന സമ്മാരി മാത്രം കഴിക്കാൻ മതി. പിന്നെ നമ്മൾ രാവിലെ എണീക്കണം എന്ത് ചെയ്യേണ്ടത്? നേരത്തെ കിടന്നുറങ്ങാൻ നോക്കണം. ഒരു 9 മണിക്ക് അത് നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ ഭക്ഷണം കഴിക്കുക. 12 മണിക്ക് കഴിക്കുക അല്ലെങ്കിൽ 11 മണിക്ക് കഴിക്കുക. അതൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. അപ്പം രാത്രിക്കത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക. ഉറക്ക് 7 മണിക്കൂർ ഒരു കണ്ടിന്യൂ ഉറക്ക് കിട്ടണം. അത് ഞാനടക്കം മൊബൈൽ ആദ്യം ഉറങ്ങിയിട്ടുണ്ടാവും. മൊബൈൽ ആദ്യം കഴിഞ്ഞ് വീണിട്ടുണ്ടാവും, ഇങ്ങോട്ട് ഉറങ്ങുള്ളൂ. അതുകൊണ്ടാണ് മൊബൈൽ ഷോപ്പിൽ ഇത്രയും കൂടുതൽ എല്ലാ മൊബൈൽ ഷോപ്പിൽ നോക്കി സ്ക്രീൻ കാർഡായിരിക്കും കൂടുതൽ ചിലവ്. എന്താണ് ആ കുട്ടിയാണ് നേരെ ആദ്യം മൊബൈൽ വീണ് താഴോട്ടെ, പിന്നെ നമ്മൾ ഉറക്കുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂർ ആ മൊബൈലൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൊണ്ട് എല്ലാം നമ്മൾ ബോഡി ഫിറ്റ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണം നേരത്തെ കഴിക്കുക, ഉറക്ക് കണ്ടിന്യൂ ചെയ്യുക. ഇതേപോലെ തന്നെ ആ ഒരു മൊബൈലിൻ്റെ ഉപയോഗങ്ങൾ